വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 16 മുതൽ 21 വരെ. വിശുദ്ധ മത്തായി 10:16 മുതൽ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. അതിനാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിരിക്കുവേൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും സുന്നഗോഗുകളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും ചെയ്യും. ഞാൻ നൂതൻ ഭരണകർത്താക്കളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ അവർ നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ അവർക്കും ജാതികൾക്കും നിങ്ങൾ സാക്ഷ്യം വഹിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയേണ്ടത് എങ്ങനെയെന്നോ എന്തെന്നോ ആകുലപ്പെടേണ്ടതില്ല. പറയുവാനുള്ളത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങളെല്ലാം നിങ്ങൾ കൂടി നിങ്ങളുടെ പിതാവിന്റെ ആത്മാവായിരിക്കും സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കൾക്കെതിരെ നിന്നവരെ കൊല്ലിക്കും. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ അദ്വേഷിക്കും. അവസാനത്തോളം സുഖിച്ച് നിൽക്കുന്നവനോ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുക. മനുഷ്യപുത്രൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളിലെല്ലാം സഞ്ചരിച്ച് തീരുകയില്ല എന്ന് സത്യമായി കൊണ്ട് പറയുന്നു താനല്ലേ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സ്തുതിയാതന്റെ കനമേക്കുണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട് 2016 അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം കർത്താവിനെ ആരാധിപ്പാൻ ധ്യാനിപ്പാൻ നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച വരുന്നത്. ആണ്ടുറപ്പിൻ്റെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് 1-ാം ഞായറാഴ്ച വായിക്കേണ്ട വേദഭാഗപ്പോഴേ വായിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് മുമ്പായ ശനിയാഴ്ചത്തെ കുർബാന കഴിയും. ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് ആണ്ടുറപ്പിൻ്റെ കുർബാനയ്ക്കുള്ള ഒരുക്കം ആരംഭിക്കും. 6 മണിയാകുമ്പോഴേക്കും നമ്മൾ 2017 പ്രവേശിക്കും. അന്നേരം വിശുദ്ധ കുർബാനയെ ഉപയോഗിച്ച് വിരിയാൻ തക്കവണ്ണം നാളെ ഉച്ചയ്ക്ക് ശേഷം സന്ധ്യയ്ക്ക് വരാൻ പോകുന്ന 2 കുർബാനകൾ പുതുവത്സരത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മളെ സഹായിക്കട്ടെ. എൽദോയ്ക്ക് ശേഷമുള്ള അല്ലെ കർത്താവിന് ജനനപ്പെരുന്നാളിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ചത്തെ ആ വേദഭാഗം ഇപ്പോഴേ നമ്മൾ വായിച്ച് പിന്നെ നമ്മൾ 1-ാമത്തെ ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 ഒരു ഭാഗം. അതിന്റെ സന്ദേശം എന്താണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി ലോകത്തിൽ അവതരിച്ച കർത്താവ് എങ്ങനെയാണ് വളർന്നത്? കർത്താവ് എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആസ്വദിച്ച് താൻ മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനാണ് തെളിയിച്ചത് എങ്ങനെയാണ്? ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നതെന്ന് 30-ാം വയസ്സിലാണ് ശബ്ദം കേട്ടത്. 30 വർഷം താൻ എങ്ങനെ ജീവിച്ചപ്പോഴാണ് പിതാവിൻ്റെ പ്രസാദം ഉണ്ടായത്? നമുക്കും മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായിട്ട് ശേഷം മാത്രമേ ജന്മസാഫല്യം അടയാൻ സാധിക്കുകയുള്ളൂ. നിവൃത്തിയായി എന്ന് പറഞ്ഞ് പോകാനൊക്കെ ഉള്ളൂ. അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം? മത്തായി 10:16 മുതൽ ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. ചെന്നായ്ക്കളിടയിലെ ഒരു കുഞ്ഞാട് പോലെ തന്നെയാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതുപോലെ തന്നെ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ അയച്ചു. ശിഷ്യന്മാരെ അങ്ങനെ അയച്ചു. ഇതെല്ലാ തലമുറയിലും ആവർത്തിക്കുന്ന പ്രതിഭാസമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ദിവ്യ പരിജ്ഞാനം ഉണ്ടാകണം. ഉയരത്തിലെ ജ്ഞാനം ഉണ്ടെങ്കിലേ ഇതിൻ്റെ പരിജ്ഞാനം ഇതിൻ്റെ രഹസ്യം നമുക്ക് കൂടി കിട്ടുകയുള്ളൂ. നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത് പറഞ്ഞ് കർത്താവിൻ്റെ പരിഭവം തോന്നാനാണ് സാധ്യത. കർത്താവിന് വലിയ സ്നേഹമൊക്കെയാണെന്നാണ് പറയുന്നെങ്കിൽ പിന്നെ ചെന്നായ്ക്കളിടയിലേക്ക് അയക്കുന്ന എന്തിനാ? ചെന്നായ്ക്കളെ കൊന്നച്ചോ ചെന്നായ്ക്കൾ ഇല്ലാത്തടത്ത് അയക്കുന്നല്ലേ സ്നേഹം? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ളത് ദൈവം തമ്പുരാന്റെ കടന്ന ബുദ്ധി ഇതിനകത്തുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ചെന്നായ്ക്കളുടെ ഇടയിൽ ചെങ്ങാ പിടിക്കാതെ വേറെ തിരിച്ചു പോകാനുള്ളൂ. എന്താ ചെന്നായ്ക്കൾ ഇല്ലാത്തടത്തെ കുഞ്ഞാടിനെ വിട്ടാലുള്ള കുഴപ്പം എന്നാന്നറിയാമോ? കുഞ്ഞാടുകൾ അതിലെ മേഞ്ഞോണ്ടങ്ങ് നടക്കും. അത് മാത്രമല്ല, പിന്നെ ഇടേൻ്റെ അടുത്ത് ഇതിനെ കിട്ടുകയില്ല. ഇത് തുള്ളിച്ചാടി നടക്കും. ഈ കുഞ്ഞാടുകൾക്ക് അങ്ങനെ സ്വഭാവം, തുള്ളിച്ചാടി അങ്ങനെ നടക്കുന്ന ഒരു രസം അതിന്. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ തള്ളയ്ക്കും ഇതിന്റെ ഇടയനും ഈ ഇതിനെ കൊച്ചിനെ കാണാൻ വലിയ കൊതിയാ. ഈ ഇടയൻ ഈ കുഞ്ഞാടുകളെ എടുത്ത് തോളയിലിട്ടുകൊണ്ടൊക്കെ നടക്കും. വലിയ സ്നേഹമായി കുഞ്ഞാടുകളോട്. അപ്പൊ ഇത് എവിടെയെങ്കിലും മേയാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നോക്കിയിരിക്കാന്ന് തോളെ കയറ്റാൻ വേണ്ടി.
അപ്പൊ തള്ളയ്ക്ക് ഇതിനെ പാലും കൊടുക്കണം, ഇടയന് തോളയിലും കയറ്റണം, എങ്കിലേ അവർക്ക് സന്തോഷം കിട്ടുള്ളൂ. അവർ നോക്കിയിരിക്കുക വേഗം പോയിച്ചു വരാൻ. അപ്പൊ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കർത്താവ് നമ്മളെ നോക്കിയിരിക്കുക, വീണ്ടും നമ്മളെ മടി വെക്കാൻ, സ്നേഹം തരാൻ. സ്നേഹം അങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുക. അത് നമ്മളെ ഒഴുകിയെങ്കിലേ കർത്താവിന് സംതൃപ്തി ലഭിക്കുകയുള്ളൂ. അങ്ങനെ ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മൾ എപ്പോഴും കൂടെ കിട്ടണം. ഇനി അത്യാവശ്യത്തിന് എവിടെയും പോയാൽ ഉടനെ ഇഞ്ഞ് വരണം, അതിനുവേണ്ടിയാ. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി, എലിസബത്തിക്ക് ആദ്യം ഒരു മോനേ ഉള്ളൂ. ആ മോന് 10, 12, 13, 14 വയസ്സൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ലാസാൻ പോകും. മമ്മി ഞാൻ ഇന്നോടെ പറയുന്നത് പോയിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ വണ്ടി എടുക്കുക എന്ന് പറയും. പോയിച്ചു വരാനാണ് അത്യാവശ്യം പെട്രോൾ അടിക്കാനുള്ള പൈസ കൊടുക്കും. ഏതാ ഇന്നിടത്ത് വരെ പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് കൃത്യം ഇവിടെ തിരിച്ചു വരാനുള്ള പെട്രോൾ അടിക്കാനുള്ള പൈസ കൊടുക്കുള്ളൂ. ഇതെന്നാ മമ്മി ഇങ്ങനെ, എൻ്റെ പൊന്നുമോനെ എനിക്ക് നിന്നെ ഒന്ന് കാണണ്ടേ, നീ ഇങ്ങനെ അതിൽ കൂടുതൽ പെട്രോൾ നീ അടിച്ചങ്ങ് പോവുക, രാജകുമാരനാണെന്ന് എവിടെ ചെന്നാലും സ്വീകരണം കിട്ടും. പിന്നെ എനിക്ക് നിന്നെ ഒന്ന് കാണണ്ടേ, അതുകൊണ്ട് വേഗം കാണാൻ വേണ്ടിയാണ് അത്യാവശ്യത്തിനുള്ളതൊക്കെ പോയിച്ച് വരുന്നവരത്തുള്ള മാത്രമേ തരുള്ളൂ. ഇതുപോലെ സ്വർഗത്തിലെ അപ്പച്ചനും യേശുവിനും എല്ലാവർക്കും നമ്മളെ എപ്പോഴും കൂടെ വേണം, എപ്പോഴും കൂടെ കിട്ടണം. അപ്പൊ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോയാൽ തിരിച്ചു വരാനുള്ള ശക്തിയെ തരുള്ളൂ. തിരിച്ചു വരത്തക്കണം അവിടെ നിന്ന് ഓടിച്ചു വിടാനുള്ള ആളെ അവിടെ കരുതുകയും ചെയ്യും. വേഗം ഈ ചെന്നായുടെ അടുത്ത് പോയാലുള്ള ഗുണം എന്നാ, ചെന്നായുടെ മണവും ചെന്നായുടെ ശബ്ദവും കേട്ട് കഴിയുമ്പോൾ അത്യാവശ്യത്തിന് ആര് വലിച്ചു കുറച്ച് വെട്ടി തിന്നേച്ച് ഒറ്റ പോക്കുന്നു പോകും എങ്ങോട്ട്, ആലയിലോട്ട്. ഇതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ലോകത്തിലെ ശത്രു ഇതിൻ്റെ ഉപകാരം എന്നാ, നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ ശത്രു നല്ലതാണോ? മനസ്സിലായോ? അതിനെ ശത്രുക്കൾക്ക് ആഹാരം കൊടുക്കണം, ശത്രുക്കൾക്ക് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ വലിയ ഉപകാരം ചെയ്തു തരും. നമ്മളെ പ്രാർത്ഥിപ്പിക്കുന്ന അവരാണ്. എന്താ അവരില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനയുടെ കാര്യം തന്നെ. അപ്പൊ അതിന് നന്ദി പറയണം. അപ്പൊ ചെന്നായ്ക്കളുടെയിൽ കുഞ്ഞാടിനെ പോലെ അയച്ച കർത്താവ് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കുരിശിതെത്തെന്ന് പറഞ്ഞാട്ടെ. കർത്താവ് ഈ ലോകത്തിലെ ചെന്നായ്ക്കൾക്ക് നന്ദി, ചെന്നായ്ക്കൾക്ക് നന്ദി. അതുകൊണ്ട് ആ കർത്താവിന്റെ കരുതൽ, കർത്താവിന്റെ സ്നേഹമാണിത്. അപ്പൊ ചെന്നായ്ക്കളുടെയിൽ കർത്താവ് അയച്ചാലുള്ള ഗുണം ഈ അയക്കുന്നയാളും കൂടെ വരും. മനസ്സിലായോ? അയക്കുന്നയാൾ മുമ്പും കാണും, പുറവും കാണും, ഇടവും കാണും, വലവും കാണും. അപ്പൊ ചെന്നായ്ക്ക് അടുക്കാനൊക്കെയില്ല. ചെന്നായ കാണും, പക്ഷെ ചെന്നായ്ക്ക് അടുക്കാൻ തോന്നില്ല. കാരണം ഇത് മുമ്പും പിമ്പും എല്ലാം കർത്താവാ. അപ്പൊ അയച്ചയാൾ കൂടെ ഉള്ളതുകൊണ്ട് അവർ മാറിങ്ങ നിൽക്കും. എന്നാൽ അവർ മുറുമുറുക്കിയൊക്കെ ചെയ്യുമ്പോൾ ഈ ആടിനെ എത്രയും വേഗം ഇവിടുന്ന് പോയാൽ മതി എന്ന് തോന്നുകയും ചെയ്യും. അത്യാവശ്യം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഈ ചെന്നായ്ക്കളിടയിൽ കുഞ്ഞാടിനെ വിടുന്ന കർത്താവിന്റെ ആ പോളിസി, ആ കർത്താവിന്റെ ആദർശം, ആ ചിന്താഗതി, ആ നയം നമ്മൾ അംഗീകരിച്ച് എനിക്ക് എവിടെ പോയാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ പോകാം, കർത്താവ് അയച്ചാലേ ഞാൻ പോകുള്ളൂ. എന്ത് അനുഭവം വന്നാലുടനെ കർത്താവിനെ ഇവർ അറിയിക്കുകയും വേണം. അപ്പൊ കർത്താവ് കൈകാര്യം ചെയ്തോട്ട് എനിക്ക് വിവരം അറിയിക്കുന്ന ചുമതല മാത്രമേ ഉള്ളൂ. അവയവങ്ങളുടെ ചുമതല തന്നെ തലയെ വിവരം അറിയിക്കുക, തലയാ തീരുമാനം എടുക്കുന്നത്. നമ്മൾ തല കളിക്കാൻ പോയാൽ സംഗതി കുഴയും. അപ്പം മനസ്സിലായോ? അതുകൊണ്ട് ചെന്നായ്ക്കുള്ള നടുവിൽ കുഞ്ഞാടിനെ പോലെ ആണ് കർത്താവ് ഭൂമിയിൽ ജീവിച്ചത്. 33 കൊല്ലക്കാലം ജീവിച്ചത്. അങ്ങനെയാണ്. പക്ഷെ വല്ല കാര്യം മുടങ്ങിയോ? ഒരു കാര്യവും മുടങ്ങിയില്ല. ചെന്നായ്ക്കളുടെ ഇടയിലാണ് കിടന്നത്, ചെന്നായ്ക്കളുടെ മധ്യത്തിലാണ്. അവിടെ ഒത്തിരി ആക്രമണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒരു കാര്യവും മുടങ്ങിയില്ല. കാര്യം നിവൃത്തിയായി എന്ന് പറഞ്ഞാണ് എന്ത് ശ്വാസം എടുത്തത്. നമുക്ക് എല്ലാ ദിവസവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങണം. കർത്താവിനോട് ഉറങ്ങണമെങ്കിൽ ചെന്നായ്ക്കളുടെ ശല്യം വേണം. എന്താ അപ്പൊ അടുത്തെങ്കിലും ചെന്നായ്ക്കളില്ല, വീട്ടുകാർ തന്നെ ശത്രുക്കൾ ചെന്നായാലും മതിയല്ലോ അല്ലേ? ഏതായാലും ശത്രു നമുക്ക് അത്യാവശ്യമാണ്, ചെന്നാ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് അവരെ കർത്താവ് തൊടിയിക്കുകയില്ല, എന്നാൽ അടുത്ത് കാണുകയും ചെയ്യും, ഇടയ്ക്ക് കർത്താവ് നിൽക്കുകയും ചെയ്യും. ആ കർത്താവിന്റെ പദ്ധതിക്ക് നമുക്ക് നന്ദി പറയാം. ചെന്നായ്ക്കളുടെ കുഞ്ഞാടിനെ പോലെ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും, ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒക്കുന്നത്? ഈ പാമ്പിനെ പോലുള്ള ബുദ്ധിയും പ്രാവിനെ പോലുള്ള നിഷ്കളങ്കതയും ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അത് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാലേ വിദ്യ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളൂ. പാമ്പിന്റെ ബുദ്ധിയുടെ പ്രത്യേകത എന്താണ്? പാമ്പിനെ പോലെയുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ പാമ്പിന് സ്വതവേ ബുദ്ധി ഇല്ലെന്നറിയാവോ? അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എല്ലാ ജീവികളെക്കുറിച്ചും ഞാൻ SP കോളേജിൽ പഠിക്കുന്ന കാലത്ത് BA-ക്കാണ് പഠിച്ചെങ്കിലും ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാകും. എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പീരീഡ്. എന്താ സുവോളജി പഠിപ്പിക്കാൻ ടീച്ചർ വരും.
സുവോളജി പഠിപ്പിക്കുന്ന ടീച്ചർ പാമ്പിന്റെ തലയെക്കുറിച്ച് പാഠം പഠിപ്പിച്ചത്. ജീവികളിലേക്ക് ഏറ്റവും തലച്ചോറ് കുറവുള്ള ജീവിയാണ് പാമ്പ്. അതുകൊണ്ട് പാമ്പിന്റെ തലയ്ക്കകത്താണ് ഏറ്റവും അധികം തലച്ചോറ് കുറവുള്ളത്. അതറിയാമോ? അപ്പൊ ഈ പാമ്പിന് സ്വതവേ ബുദ്ധി ഇല്ല. പിന്നെ അതിനുള്ള ബുദ്ധി എവിടെ നിന്ന് കിട്ടുന്നറിയതോ? ആ പിശാചിന്റെ ബുദ്ധി കയറുമ്പോൾ, പിശാച് ഈ പാമ്പിനകത്ത് കയറാൻ കാരണം പാമ്പിന് സ്വയബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. സ്വയബുദ്ധി ഉള്ളവർ കയറിയാൽ അവർ തമ്മിൽ പോരാടും. ഇവന് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയില്ല. പാമ്പ് ഉദ്ദേശിക്കുന്നത് പാമ്പിനെയും കൊണ്ട് പോകണം. പിശാച് ഉദ്ദേശിക്കുന്നിടത്ത് പാമ്പിനെയും കൊണ്ട് പോകണമെങ്കിൽ പാമ്പിന് സ്വന്തം ബുദ്ധി ഇല്ലാതിരിക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മളെ ദൈവത്തിന് നയിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി മുഴുവൻ സീറോ ആക്കണമെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ബുദ്ധി നമ്മൾ സീറോ ആക്കിയിട്ട്, അതാണ് സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് നമുക്ക് സ്വല്പം ബുദ്ധി ഉണ്ടെന്നുള്ളതാണ് കുഴപ്പമേ. ആ ബുദ്ധി നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്നു. ദൈവത്തിന്റെ ബുദ്ധിയെ നമ്മളത് അംഗീകരിക്കുന്നില്ല. ദൈവത്തിന്റെ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ തടസ്സം ഇടങ്കോലിടുന്നത് ഈ കൊച്ചു ബുദ്ധികളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാമ്പിനെ പോലെ ഉള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ, പാമ്പിന് സ്വതവേ ബുദ്ധി ഇല്ലാത്ത പോലെ എന്റെ ബുദ്ധിയെ ഞാനിതാ നിർവീര്യമാക്കിയിരിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എന്റെ ബുദ്ധി അനുസരിച്ച് ഒന്നും ചെയ്യുകയില്ല. കർത്താവിന്റെ ബുദ്ധി, പാമ്പിന് പിശാചിന്റെ ബുദ്ധി കയറുന്ന പോലെ കർത്താവിന്റെ ബുദ്ധി വേണം നമ്മുടെ അത് കയറണം. അപ്പൊ കർത്താവ് പറയുന്നത് ചെയ്യുള്ളൂ. അതാണ് കമ്പാരിസൺ. ഈ പോയിന്റ് ഓഫ് കമ്പാരിസൺ എന്ന് പറയും. ഉപമയ്ക്കകത്ത് എന്താണ് പാമ്പിന്റെ തലയോ പാമ്പിന്റെ ഉടലോ പാമ്പിന്റെ ഇതൊന്നും അടുത്ത വിഷയമല്ല. പാമ്പിന് സ്വതവേ ബുദ്ധി ഇല്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകണം. അപ്പോൾ യേശുവിന്റെ ബുദ്ധി 100% നമ്മൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. നമ്മളിന്ന് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാത്തതിന്റെ കാര്യമല്ല, നമുക്ക് സ്വന്തമായിട്ട് ചില ബുദ്ധി ഉണ്ടെന്നുള്ളതാണ് കുഴപ്പം. മനസ്സിലായി? അപ്പൊ ആ ബുദ്ധിയെ കൂടെ താഴെ വെക്കണം. ഞാനതനുസരിച്ച് അപ്പൊ എന്തും ചോദിച്ചേ ചെയ്യാവും, എന്തും ചോദിച്ചേ പറയുന്നതേ ചെയ്യാവും. അപ്പൊ ഭർത്താവിന്റെ ബുദ്ധിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് പാമ്പിനെ പോലെ നമുക്ക് ബുദ്ധിയില്ല. നമുക്ക് പൂർവികരുടെയും പിശാചിന്റെയും നമ്മുടെ തഴക്കങ്ങളുടെയും പഴക്കങ്ങളുടെയും എല്ലാം ബുദ്ധി നമ്മുടെ ഇരിപ്പുണ്ട്. അത് പിശാചിനുടെ അവകാശമുള്ളതുമാണ്. നമ്മുടെ ബുദ്ധിയിൽ പിശാചിന് പ്രവർത്തിക്കാൻ അവന് ശകലം ബുദ്ധിയുള്ളെങ്കിൽ ശകലം ബുദ്ധി ആയാലും ആ കിട്ടുന്ന സമയത്ത് അവനത് ഉപയോഗിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യം ആദ്യം പിടിച്ചെടുക്കുന്ന പിശാചായിരിക്കും. കാരണം നമ്മുടെ ബുദ്ധിയുമായിട്ട് പിശാചിനൊരു ബന്ധമുണ്ട്, ഒരു ലിങ്ക് കിടപ്പുണ്ട്. മനസ്സിലായോ? കാരണം ഈ നമ്മുടെ ബുദ്ധിയെ ദുർവിനിയോഗം ചെയ്ത എക്സ്പീരിയൻസ് കിടപ്പുണ്ട്. ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ പിശാച് കയറിയത് അവരുടെ സ്വന്തം ബുദ്ധിയിൽ കൂടിയാണ്. സ്വയത്തിന്റെയും ജഡത്തിന്റെയും വഴിയിലൂടെയാണ് പിശാച് കയറിയിട്ടുള്ളത്. അപ്പൊ സ്വയവും ജഡവും പിശാചിന് കയറാവുന്ന വഴികളാണ്. അതുകൊണ്ട് അതിനെ രണ്ടിനെയും കുരിശിച്ചാൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി കിട്ടുകയുള്ളൂ. ഉയരത്തിലെ ജ്ഞാനം വരണമെങ്കിൽ നമ്മൾ പിശാചിന് അവകാശമുള്ള നമ്മൾ നിർവീര്യമാക്കണം. നിർവീര്യമാക്കി അതിനെ മരവിപ്പിച്ചു വെച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാകുകയുള്ളൂ. മോശയെ 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് വിജയിച്ചത്. പരിപാടി ഒത്തത് ചെങ്കടലിൽ കിടക്കാൻ ഒത്തതേ. മോശയെ 40-ാമത്തെ വയസ്സിൽ മോശയെ കൊണ്ടുപോയിരുന്നെങ്കിൽ മോശ പോവുകയില്ലായിരുന്നു. അതിൽ മോശയ്ക്ക് അവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ അറിയാം. അവിടുത്തെ എല്ലാ ഭൂമിശാസ്ത്രം പഠിച്ച ആളാണ്. ഒത്തിരി ഭാഷകളും അറിയാവുന്ന, എല്ലാ ജാതികളെയും ഭാഷ പഠിച്ചു. ആ സ്ഥലങ്ങളെല്ലാം പോയി കണ്ട് നല്ല രാജ്യം മുഴുവൻ നല്ല പരിചയമാണ്. അപ്പോൾ നീ ഇവരെയും കൊണ്ട് ചെങ്കടൽ വഴി പോകണമെന്ന് പറയുമ്പോൾ ഇത് മണ്ടത്തരമാണെന്ന് പറഞ്ഞത്. കാരണം ചെങ്കടൽ വഴി വഴിയില്ല. ചെങ്കടലിൽ കൂടെ പോയി അവിടെ നിന്ന് പോകും. വെറുതെ എന്തിനാരെ കൊണ്ടുപോകും? ഇത് മണ്ടത്തരം, ഭോഷത്വമാണെന്ന് പറഞ്ഞേനെ. 40-ാം വയസ്സിൽ മോശയോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ മോശ പറഞ്ഞേനെ അതിലേ പോകാൻ വഴിയില്ല, അത് മണ്ടത്തരമാണ്, വേറെ വഴിയുണ്ട്, നല്ല വഴി വേറെ കിടപ്പണം, ഇതിലേ വഴി വളച്ചു കെട്ടിക്കൊണ്ട് ചതിക്കാം. അതുകൊണ്ട് ഇത് ദൈവത്തമ്പുരാന്റെ പദ്ധതിക്കകത്തുകൊണ്ട് തകരാറുണ്ടെന്ന് തോന്നിപ്പോകണം. ഭൂമിശാസ്ത്രം പഠിച്ചാൽ ആരും അതിൽ പോവുകയില്ല. 80-ാം വയസ്സിൽ എല്ലാ താല്പര്യവും തീർന്നു, എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും തീർന്നു. പോയാണേ പോയേക്ക, അവിടെ പോയാൽ തിരിച്ചു പറഞ്ഞേ പോരാ, ചാവുന്നേ ചാകാം, ഇരിക്കന്നെ. ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല മോശയ്ക്ക്. യാതൊരു സ്ഥാപിത താല്പര്യമില്ല. എല്ലാ പരിപാടിയും ക്ലോസ് ചെയ്തു. ഏതാ സ്വന്തം ഇഷ്ടപ്രകാരം പലതും ചെയ്ത് നോക്കി. അവൻ അങ്ങനെ ഈ 80 വയസ്സായപ്പോഴത്തേക്ക് 40 കൊല്ലം ആടിനെ മേയിച്ച് എല്ലാം വയ്യാതായി കുഴഞ്ഞ് തളർന്നു. പ്രത്യേക ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് വന്ന് നീ പോകണമെന്ന് എന്നെ കൊണ്ട് മേലാ,
മൊഴികഴിവ് പറയായിരുന്നു. എനിക്ക് വർത്തമാനം പറയാൻ കഴിയില്ല, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ അങ്ങോട്ട് പോകും ഈ കാര്യത്തിൽ. നിന്നെ തന്നെ വിടുമെന്ന് പറഞ്ഞു. അന്ന് പോയേക്കാവുന്നായി. എപ്പോഴും ദൈവം മുൻകൈ എടുക്കുന്നവരെയും കാത്തിരിക്കും. ദൈവം പറയുന്ന കേട്ടേക്കും. എനിക്ക് സ്ഥാപിതമായ ഒരു താല്പര്യവുമില്ല. അതുകൊണ്ടാണ് അതിലേവാൻ പറഞ്ഞു പോയി. ചെങ്കടലിന് പഠിക്കാൻ ചെന്ന് കർത്താവ് തന്നെ വന്നിരിക്കുന്നുണ്ടോ? രണ്ട് ചെങ്കടല്. ഇനി എന്നാ ചെയ്യണം? പടിയെടുത്തടി. അടിച്ചേക്കാം. ഇനി എന്നാ? അടിച്ച് നോക്ക്. അപ്പം വഴി. ഇനി എന്നാ ചെയ്യണം? ഇറങ്ങണം. എന്നാ ഇറങ്ങിയേക്കാം. ഇനി ഞങ്ങൾ പോവുക. ഓരോ സ്റ്റെപ്പും പറയുന്നതനുസരിച്ച് നീങ്ങി. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് പോവുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഇസ്രായേൽക്കാർ മുഴുവൻ അക്കരെ കടന്നപ്പോൾ മറ്റൊരാ വഴിയെ വരുന്നു. അതിന് തന്നെ അവരും വരട്ടെ. വഴി എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ. ഈ ഉണ്ടാക്കിയിരിക്കുന്ന വഴി ഈ ഫറവോനും കൂടി ഉള്ളതാണെന്ന് അവന് മിഥ്യാബോധം ഉണ്ടായി. അവിടെ നല്ല ഒന്നാം തരം വഴി കിടക്കുന്നു. ഇവരെല്ലാം അതിലെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പോയിക്കൂടെ? അപ്പോൾ ആ ബുദ്ധിയെയാണ് ദൈവം ദുർവിനിയോഗം ചെയ്തത്. ബുദ്ധിയെ ഉപയോഗിച്ചു. അവന്റെ സ്വന്തം ബുദ്ധി അനുസരിച്ചാണ് ചിന്തിച്ചത്. ഇത് ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വഴിയാണെന്ന് നമുക്ക് വഴി കിട്ടിയിട്ടില്ല. ഇത് ദൈവം ആർക്ക് വേണേലും പോകാമല്ലോ, വഴിയേതായാലും ഉണ്ടായില്ല, നമുക്ക് പോയേക്കാവുന്ന. അങ്ങനെയാണ് കുടുക്കില്ല. അത് ജ്ഞാനികളെ ഈ ബുദ്ധിമാന്മാരുടെ കൗശലത്തിൽ കുരുക്കുന്നു എന്ന് പറയും. അങ്ങനെ ഒരു വചനമുണ്ട്. ജ്ഞാനികളെ അവരെ ലജ്ജിപ്പിക്കുവാൻ അവരുടെ ബുദ്ധിയെയും അവരുടെ തത്വത്തെയും അവരുടെ ജ്ഞാനത്തെയും ദൈവം വ്യർത്ഥമാക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സ്വന്തം വിവേകത്തിൽ ഊന്നിയാക്കരുത്. ദൈവം തമ്പുരാൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. പറഞ്ഞത് കേട്ടേക്കുക. ആ ഒരു ബുദ്ധി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ഥലത്ത് വിജയിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പാമ്പിനെ പോലുള്ള ബുദ്ധിയാണോ ഇപ്പോൾ നമ്മുടെ ഉള്ളത്? അല്ല, പാമ്പിനെ പോലെയുള്ള ബുദ്ധിയല്ല, മനുഷ്യനെ പോലെയുള്ള ബുദ്ധിയാണ്. പ്രാകൃത മനുഷ്യന്റെ ബുദ്ധിയാണ് നമ്മുടെ ഉള്ളത്. പ്രാകൃത മനുഷ്യന്റെ ബുദ്ധി കൊണ്ടൊന്നും ജയിക്കാനൊക്കെയില്ല. പിശാചിന്റെ കയ്യിൽ ഒരു കളിപ്പാവയാകാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ കാര്യങ്ങളിലെ ഒരു കരുവാകണമെങ്കിൽ നമ്മുടെ സ്വയത്തെയും നടത്തിയെയും 100% കുരിശിക്കണം. പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന അവസ്ഥ. അപ്പൊ പിശാചിന്റെ ഒരു ബുദ്ധി അനുസരിച്ച് ഒരു കാര്യം നടക്കില്ല. നമ്മൾ എന്നാ ചെയ്യുമെന്ന് അവനും അറിയാമെന്നല്ല, ആർക്കും അറിഞ്ഞുകൂടാ. കാര്യം അവന്റെ തലക്കിട്ട് അടി കൊണ്ടു കഴിഞ്ഞ് മാത്രമേ വിവരം മനസ്സിലാക്കൂ. പാവപ്പാമ്പിന് തലയറിക്കാനാണ് നമ്മളെ ഇട്ടിരിക്കുന്നത്. എങ്ങനെ എതിരെകൂടി അടി വരുന്നതിന് അറിയാൻ പാടില്ല. ഈ അടിക്കുന്നതിനും അറിയാൻ പോലെ ചവിട്ടുന്നതിനും അറിയാൻ പോലെ കൃത്യസമയം പറയാം, എടുത്തോ ചവിട്ടിക്കോ എന്ന് പറയുമ്പോഴാണ് ചവിട്ട് വരുന്നത്. ചവിട്ട് കിട്ടി കഴിഞ്ഞ വിവരം മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പോലും ആ വിവരം അറിയാൻ പാടില്ലെന്നാ പറഞ്ഞത്. അപ്പാണ് ഈ ദൈവം തമ്പുരാൻ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കുക. ദൈവം തമ്പുരാന്റെ കയ്യിൽ ആയുധമായി മാറിയാലേ ഈ പൈശാചി ലോകത്ത് വിജയിക്കാനൊക്കെ ഉള്ളൂ. എന്തെങ്കിലും സ്വന്തം പ്ലാൻ അനുസരിച്ച് പോയാൽ അതിലെ പിശാചും കൂടെ കയറിയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാനൊക്കാത്തത്. വളരാനൊക്കാത്തതിന് നമ്മുടെ ബുദ്ധി ഇതുവരെയും നമ്മൾ 0 ആക്കിയിട്ടില്ല. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായി. ഈ പ്രാവിൽ പരിശുദ്ധാത്മാവ് കയറാൻ എന്നാ കാര്യം? പരിശുദ്ധാത്മാവിന് സ്വന്തമായിട്ട് ഒരു പരിപാടിയില്ല. പ്രാവിന് സ്വന്തമായിട്ട് ഒരു പരിപാടിയില്ല. പ്രാവിന് നിഷ്കളങ്കമായ ഒരു ബുദ്ധിയാണുള്ളത്. അതിന് വൈരാഗ്യവും ഇല്ല. പാമ്പിനാണ് വൈരാഗ്യമുണ്ട്. പ്രാവിന്റെ കൂട്ടിലെ മുട്ട എടുക്കുകയോ പ്രാവൻ കുഞ്ഞിനെ എടുക്കുകയോ ചെയ്താൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയെന്നാ പറയും. പ്രാവ് ദൂരെ മാറിയെന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അത് വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നാണ് പറയും പ്രാവിന്റെ സ്വഭാവം. പ്രാവിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, അതിന് മുട്ടയെടുത്താൽ, അതിന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയാൽ ദൂര സ്ഥലത്ത് പോയി എന്ന് കരഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞതിന് കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയാം. ദുഃഖിപ്പിച്ചാൽ പിന്നെ ആ സ്ഥലത്തോട്ട് തിരിഞ്ഞു നോക്കുകയല്ലതാണ്. മനസ്സിലായോ? അതാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനെ സന്തോഷിപ്പിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ച് നമ്മളെ ഇട്ടേച്ച് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ശൂന്യതയിൽ ആര് കയറും? പിശാച് കയറും. നമുക്ക് ശൂന്യമായിരിക്കാൻ സാധ്യമല്ല. നമ്മളെ ദൈവം കൈവിട്ടാൽ ആരെടുക്കും? പിശാച് കയ്യേറ്റിരിക്കും. ഈ മർമ്മങ്ങൾ മനസ്സിലായെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും സുന്നഗോകളിൽ വെച്ച് ചമ്മട്ടിയോട് അടിക്കുകയും ചെയ്യും. ഞാൻ നിമിത്തം ഭരണകർത്താക്കളുടെയും രാജാക്കന്മാരുടെ മുമ്പാകിൽ അവർ നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ അവർക്ക് യാതൊരു സാക്ഷ്യം വഹിക്കും. സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് കേസുകൾ ഉണ്ടാകുന്നത്. സാക്ഷ്യം വഹിക്കാനാണ്. ആ കാര്യം ആ ബോധം നമുക്കുണ്ടോ? നമ്മുടെ മിടുക്ക് കാണിക്കാനല്ല, നമ്മുടെ അഭിമാനത്തിന് വേണ്ടി പോരാടാനല്ല, കർത്താവിനെ സാക്ഷിക്കാനുള്ള അവസരങ്ങളാണ് എല്ലാ സംഘടനകളും.
വഴിയിൽ വെച്ച് വണ്ടിക്ക് സൈഡ് കൊടുക്കേണ്ടത് ആരാണെന്നുള്ള ആ തർക്കത്തിൽ വണ്ടി വഴി കുരുങ്ങി കിടന്നാൽ അന്നേരം രണ്ടു കൂട്ടരും ചിന്തിക്കേണ്ടത് എന്താ? ഇത് സാക്ഷിക്കാനുള്ള അവസരമാണ്, അത് ജയിക്കാനുള്ള അവസരമാണോ തോക്കാനുള്ള സമയമാണ്? തോറ്റു കൊടുക്കുന്നതും ഒരു വിജയമാണെന്നുള്ള കാര്യം. മറ്റുള്ളവരെ ശ്രേഷ്ഠമായിട്ട് എണ്ണണമെന്ന് പറഞ്ഞ വചനപ്രകാരം ഞാനങ്ങ് തോറ്റേക്കാം, കാര്യം വേഗം നടക്കട്ടെ, ഞാനായിട്ടൊരു തടസ്സം വരാൻ പാടില്ല എന്ന് പറയുന്നതാണോ? അതോ ഞാൻ മാറുകയില്ല അവൻ മാറട്ടെ എന്ന് പറഞ്ഞു തന്നാൽ വഴി ശരിയാകുമോ? അപ്പൊ അവിടെ എന്താ വേണ്ടത്? ഇവിടെ എനിക്ക് എങ്ങനെ കർത്താവിനെ സാക്ഷിക്കാമെന്ന് ചിന്തിക്കാനോ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇത് കർത്താവ് ഇതേണ്ട ഒരു കുടുക്കുണ്ടായിരിക്കുന്നു, ഒരു കുരുക്കുണ്ടായിരിക്കുന്നു. ഇവിടെ ഞാൻ എങ്ങനെയാ നിന്നെ സാക്ഷിക്കേണ്ടത്? കർത്താവായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു? അങ്ങനെ ചിന്തിക്കേണ്ടത്. കർത്താവ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയതാ ഇല്ലേ? കർത്താവ് ബേത്ലഹേമിൽ നിന്ന് ഹേരോദാവിനെ പിടികൊടുക്കാതെ വേറെ വഴിയെ ഓടിപ്പോകുമായിരുന്നു. ലോകപ്രകാരം ഒരു പരാജയമല്ലേ, ലോകപ്രകാരം ഒരു ഭീരുത്വമല്ലേ? പക്ഷെ അതായിരുന്നൊരു വിജയം. അപ്പൊ തോറ്റു കൊടുക്കുന്നത് ഒരു വിജയമാണ്. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പിന്മാറുന്നതോ വേറെ വഴി പോകുന്നതോ വഴിവിട്ട് മാറുന്നതോ ഒക്കെ ഒരു വിജയമാണ്. കർത്താവ് അന്ന് ദൈവം പിതാവേ നീ അവനെ കൊല്ലണം, എനിക്ക് വഴി തരണം, ഞാനിവിടെ മാറുകയെന്ന് പറഞ്ഞാലോ? അമ്മ പറയുക ഞാൻ ഈ കൊച്ചിനെ പാല് കൊടുത്തോണ്ട് ഇവിടെ കിടക്കും, ഇയാളെ കൊന്നാൻ പോരായിരുന്നു, ഇതെന്നാ പരിപാടിയാ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി കിടന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? കൊച്ചിനെ കൊന്നേനെ. അപ്പൊ നമ്മുടെ യേശു കുഞ്ഞ് പറയുന്നതിന്റെ കാര്യം എന്നാ? ദൈവത്തിന് വിട്ടുകൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കുന്നുണ്ട്. സ്വയത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ പിശാചിന് നമ്മൾ പിടിയുണ്ടാകുക, നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോവുക. അതുകൊണ്ട് ഏത് സാഹചര്യവും യേശുവിനെ സാക്ഷിക്കാനാണ്. മനസ്സിലായോ? അപ്പോൾ കർത്താവ് ഹേരോദാവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയത് ലോകപ്രകാരം മണ്ടത്തരമാണെങ്കിലും ദൈവപരിജ്ഞാനത്തിൽ അത് വളരെ ബുദ്ധിയായിപ്പോയി. കാരണം പിന്നെ അന്നേരം കൊച്ചിനെ യേശുവിനെ കൊന്നാൽ മനുഷ്യാദ്യം രക്ഷിക്കാനും പോകും. 33 കൊല്ലക്കാലത്ത് രക്തം മുഴുവൻ നല്ലോണം രക്തം തിളച്ചു നിൽക്കുന്ന സമയത്ത് രക്തം കൊടുത്താലേ പിശാചുമായിട്ട് എഗ്രിമെന്റ് അനുസരിച്ച് രക്തമാവുള്ളൂ. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങേണ്ടതാ മനുഷ്യരെ. അത് ഓടിപ്പോയതുകൊണ്ടാണ് ഹേരോദാവിന് പിടികൊടുക്കാതെ മിസ്രൈമിൽ താമസിച്ച് 33 കൊല്ലം വരെ ജീവിച്ചിരുന്നത് കൊണ്ടാണ് കർത്താവിന്റെ കാൽവറി മരണം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി. അല്ല നേരത്തെ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഈ പരിപാടി നടക്കുകയില്ലായിരുന്നു. പിന്നെ ഇതുപോലെ ആൾക്ക് വന്ന് ഈ പരിപാടി ചെയ്യാൻ ഒക്കുകയുമില്ല. ആ പരിപാടി ക്യാൻസലായി പോയേനെ. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാകാൻ, യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ കർത്താവെ നീ ആയിരുന്നെങ്കിൽ നീ എങ്ങനെ പ്രതികരിച്ചേനെ? ഞാൻ അതുപോലെ പ്രതികരിക്കാവെന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങിയിരിക്കണം. അപ്പൊ നമ്മൾ ജയിച്ചോ തോറ്റോ നിങ്ങൾ തന്നെ പരിശോധിച്ചോ. അപ്പൊ ഓരോ പ്രതിസന്ധികളും, ഓരോ പരീക്ഷകളും, ഓരോ യുദ്ധങ്ങളും, ഓരോ സംഘടനകളും കർത്താവിനെ സാക്ഷിക്കാനാണ്. കർത്താവിനെ സാക്ഷിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൽ വളരുന്നത്. അപ്പോൾ ഈ യേശുവിനെ സാക്ഷിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കും. ഭാര്യയും ഭർത്താവും എന്നുള്ള സംഘടനം, വഴിയിലെ സംഘടനം, ഓഫീസിലെ സംഘടനം, എല്ലായിടത്തും സംഘടനമാണ്. പക്ഷെ സംഘടനത്തിൽ നമുക്കിനി ഒരു ആഗ്രഹമുണ്ടോ? എൻ്റെ ഉള്ളിൽ യേശുവിനെ എനിക്ക് കാണിക്കാൻ ഒരു സുവർണാവസരം കിട്ടിയിരിക്കണം. അപ്പൊ സ്വർഗത്തിലെ അപ്പച്ചനോട് ചോദിക്കണം, അപ്പച്ചൻ തന്ന യേശുവിനായിട്ട് നന്ദി, ഈ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഒരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു, ഞാൻ എങ്ങനെ പ്രതികരിക്കണം? യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? അതുപോലെ ഞാൻ പ്രതികരിക്കാം. അന്ന് അവനെ ഇത് ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാൻ പറയും. അതിൻ്റെ കാര്യം ഭംഗിയായിരിക്കും. അപ്പോഴാണ് നമ്മളിലെ യേശുവിനെ അവരെ കാണുന്നത്. യേശുവിനെ കാണിക്കാനുള്ള അവസരം പോയില്ലേ? അതിന് ക്ഷമ ചോദിക്കണ്ടേ? യേശുവിനെ കാണിക്കാൻ കിട്ടിയ എത്ര അവസരം നമ്മൾ പാഴാക്കി. നമ്മുടെ വൃഥാഭിമാനം കൊണ്ടും, നമ്മുടെ പക കൊണ്ടും, വിദ്വേഷം കൊണ്ടും, നമ്മുടെ വ്യഥാഭിമാനം കൊണ്ടും ഒക്കെ എത്രയോ അവസരങ്ങൾ യേശുവിനെ ദുഃഖിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ദുഃഖിപ്പിച്ചിറങ്ങിപ്പോയതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തത്. പരിശുദ്ധാത്മാവ് ദുഃഖിച്ച് കരഞ്ഞു പോയാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. പിന്നെ പുറകെ നടന്ന് വിളിക്കണം, ക്ഷമിക്കണം, കർത്താവെ ക്ഷമിക്കണം, ആത്മാവിനെ ഒന്നുകൂടെ വിടണേ. ഞാൻ ആത്മാവിനോട് ചോദിച്ചിട്ടില്ല പ്രതികരിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ഉണ്ടായ വീഴ്ചകൾക്ക് ക്ഷമ ചോദിച്ച് ഇനിയും ലഭിക്കുന്ന അവസരം നിന്നെ സാക്ഷിക്കാൻ ഞാൻ ഉപയോഗിച്ചോളാം. എനിക്കൊരു മാനവും വേണ്ട, നിനക്കാണ് മാനം വരേണ്ടത്. ഞാൻ നിനക്ക് വേണ്ടി മാനം കെട്ടോളാം. എനിക്ക് വേണ്ടി നീ മാനം കെട്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മാനം കെടും. കർത്താവ് തുണിയില്ലാതെ അവിടെ കിടന്നത് 3-4 പെണ്ണുങ്ങളോട് നിൽപ്പുണ്ട്. എന്തൊരു വൃത്തികേടായിരിക്കും. ആണുങ്ങളാണെങ്കിലും പിന്നെയും വേണ്ടിയില്ല. ഇത്രയും പെണ്ണുങ്ങളുടെ മുമ്പിൽ ഈ യൗവനക്കാരൻ തുണിയില്ലാതെ കിടന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നഗ്നത സഹിച്ചു? അതെന്തിനാ? നമുക്ക് വേണ്ടിയാ. ഇത് ഓർക്കണം. അപ്പൊ നമുക്കും നമ്മളെ ആരെങ്കിലും നഗ്നരാക്കിയാൽ
അവരോധിച്ചാൽ, അവഹേളിച്ചാൽ എൻ്റെ കർത്താവ് ഏറ്റെടുത്തോളം ഇല്ലല്ലോ, ഇത്രയേ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ സാക്ഷിക്കും. എൻ്റെ കർത്താവ് എനിക്ക് അതിൻ്റെ പങ്ക് കിട്ടിയെന്ന് നന്ദി എന്ന് പറയുമോ? അതിന് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ഈ കൃപ മാതാവും വിശുദ്ധന്മാരും എല്ലാം നമുക്ക് കടം തരും. സ്വർഗത്തിലെ ബാങ്കിൽ നിന്ന് ഈ മനോഭാവം നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് തോറ്റത്തിൽ ജയിച്ച് തോൽവിയെ, പരാജയത്തിന്റെ വിജയത്തെ ചവിട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അന്ന് ഇങ്ങനെ ജയിച്ചിട്ടുള്ളവരെല്ലാം കൂടെ വന്ന് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കടം തരാൻ പോവുകയാണ്. യേശുവിനെ പ്രതികൂല സാഹചര്യങ്ങളിൽ സാക്ഷിച്ചിട്ടുള്ളവരെല്ലാം ഇപ്പൊ ഇവിടെ വരും. ആ വലിയ കടം വാങ്ങിച്ചുകൊണ്ട് 2017 പരാജയങ്ങളെ വിജയത്തിന് ചവിട്ടുപടിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കിന്റെ കൗണ്ടർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ രൂപത്തിലൂടെ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഡോക്യുമെന്റ് വീശിക്കൊണ്ട് വരുമ്പോൾ കുരിശ് വരയ്ക്കാമെങ്കിൽ നിങ്ങൾക്കുള്ള ലോൺ അനുവദിച്ചിരിക്കും. നിങ്ങൾക്കത് വാങ്ങിച്ചുകൊണ്ട് പോയി തോറ്റത്തിൽ ജയിച്ചിട്ട് അങ്ങനെ മനുഷ്യർക്കുള്ളാകുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന തുടരുകയാണ്.